ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ വിശ്വാസപൂർവ്വം പങ്കുകൊള്ളുന്ന അനേകരുണ്ട്. അവരോട് എല്ലാവരോടും വിശ്വാസത്തിലും ആത്മാവിലും നമുക്ക് ചേർന്ന് നിൽക്കാം, ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നുണ്ട്. അവിടെ നാം ഇപ്രകാരം കാണുന്നു: കർത്താവിൻ്റെ മൃതശരീരം അടക്കം ചെയ്ത കല്ലറയിലേക്ക് ഗലീലിയക്കാരായ കുറച്ച് സ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ് ഒരു സന്ദർശനം നടത്തുകയാണ്. അവരവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് അവർ കണ്ടു. അവർ കല്ലറയുടെ അകത്ത് പ്രവേശിച്ച് നോക്കിയപ്പോൾ കർത്താവിൻ്റെ ശരീരം അവരവിടെ കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിന്ന അവരുടെ മുൻപിൽ സ്വർഗത്തിൽ നിന്നും 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു: ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിന്? ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിന്? അവനിവിടെ ഇല്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവനെവിടെ ഇല്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മാറ്റമില്ലാത്ത ഈ സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നസറായനായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സ്തോത്രം. ശക്തമായി കരങ്ങളടിച്ച് സ്തോത്രം. പ്രിയമുള്ളവരെ, വീണ്ടും നാം ഓർക്കണം, മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പഞ്ചേന്ദ്രിയങ്ങൾ അത് പ്രവർത്തന രഹിതമാണ്, അത് പ്രവർത്തിക്കില്ല. എന്നാൽ കർത്താവ് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് മനുഷ്യമക്കളെ കാണുന്നുണ്ട്. മനുഷ്യമക്കളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നുണ്ട്. മനുഷ്യനെ സ്പർശിക്കുവാൻ അവിടുത്തേക്ക് സാധിക്കും. അവിടുന്ന് ദൈവമാണ് എന്നതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഹൃദയങ്ങളും വിചാരങ്ങളും വികാരങ്ങളും അവിടുത്തേക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ച് ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്, ജീവിക്കുന്ന കർത്താവാണ്, ജീവിക്കുന്ന കർത്താവാണ്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ചങ്കിന്റെ ഉള്ളിൽ നമ്മൾ പതിപ്പിച്ചു വെക്കണം. ജീവിക്കുന്ന കർത്താവാണ്, ജീവിക്കുന്ന കർത്താവാണ് അവിടുന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആദരപൂർവ്വം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൽ സ്നേഹമുള്ളവരെ, പ്രാർത്ഥന അത് കർത്താവിന്റെ മുൻപിൽ ഉയർത്തുന്ന നമ്മളുടെ നിലവിളികളാണ്, ആരാധനകളാണ്. എന്നാൽ ഓർക്കണം, വീണ്ടും വീണ്ടും നാം ഓർക്കണം, ചില സമയങ്ങളിലെങ്കിലും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. നിരന്തരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ദുർബലപ്പെടുത്തും. ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ നമ്മളുടെ വിശ്വാസ ജീവിതത്തെ ക്ഷയിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഓർക്കുക, ഇത് നമ്മളുടെ മാത്രം പ്രശ്നമല്ല. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുൻപേ നടന്നുപോയ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസക്ഷയം ഉണ്ടായിട്ടുണ്ട്. ഇതാ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 45 മുതലുള്ള വചനങ്ങളിൽ നാം ഒരു വലിയ സംഭവം കാണുന്നുണ്ട്. അവിടെ കർത്താവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട്, കർത്താവിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട്, സ്വന്തം നാടിനെയും വീടിനെയും ഉപേക്ഷിച്ച് കർത്താവിന്റെ പിന്നാലെ പോയ ശ്ലീഹന്മാരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതികൂല സാഹചര്യം അവിടെ രൂപപ്പെട്ടു. അവര് ബെത്സേദ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഒരു കടൽ യാത്ര നടത്തുകയാണ്. കടൽ യാത്ര അവർ നടത്തുകയാണ്. കർത്താവ് അവരുടെ ഒപ്പമില്ല. കർത്താവ് കരയിലാണുള്ളത്. ഇതാ ഇവർ സഞ്ചരിച്ചിരുന്ന വഞ്ചി, തോണി നടുക്കടലിലെത്തി. കർത്താവ് കരയിൽ നിന്ന് ഇതെല്ലാം അറിയുന്നുണ്ട്. കർത്താവ് ഒരു കാര്യം മനസ്സിലാക്കി, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തോണി തുഴഞ്ഞ് അവശരായിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, കാറ്റ് പ്രതികൂലമായിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നത് കൊണ്ട് അവർ അവശരായിരുന്നു. എന്നാൽ സ്നേഹമുള്ളവരെ, നല്ലവനായ കർത്താവ് കരയിൽ നിന്നുകൊണ്ട് ആ സങ്കടകരമായ കാഴ്ച കണ്ടുകൊണ്ട് നിന്നില്ല. അവിടുന്ന് കടലിനു മീതെ നടന്നുകൊണ്ട് ശിഷ്യന്മാരുടെ തോണിയുടെ അടുത്തേക്ക് അവിടുന്ന് ചെന്നു. വചനം തുടരുന്നു, കർത്താവ് വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റ് ശമിച്ചു.
Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ കർത്താവ് കാണാതിരിക്കുകയില്ല. അവിടുന്ന് അറിയാത്തൊരു വേദനയും നൊമ്പരവും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു മനുഷ്യ വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അവിടുന്ന് മനുഷ്യമക്കളെ ഒരിക്കലും മനഃപൂർവ്വം പീഡിപ്പിക്കുന്നില്ല, ദുഃഖിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിക്കില്ലായിരുന്നു. അതുകൊണ്ട് നാം ഇപ്പോൾ ഹൃദയപൂർവ്വം കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്, വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രതികൂലങ്ങൾ മാറും, ശുഭദിനം നമുക്ക് മുൻപിൽ വരും, നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കും. ഇന്ന് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഹൃദയമുയർത്തി കരമടിച്ച് വിശ്വാസത്തോടെ, ബോധ്യത്തോടെ, പ്രത്യാശയോടെ ആരാധിക്കാം. കരങ്ങളടിച്ച് പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല.
ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോലെ, വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോലെ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുള്ളവൻ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ശുഭദിനമാഗതമാകും, എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും, തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും, എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും, തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. രണ്ട് കരങ്ങളും ഉയർത്തി ഹൃദയം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കരം ഉയർത്തി പ്രാർത്ഥിക്കാം, ഹൃദയം ഉയർത്തി ആരാധിക്കാം. കർത്താവേ, എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാം അവിടുന്ന് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം കർത്താവെ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, കർത്താവേ, സ്തോത്രം. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. വചനം പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും കർത്താവ്. നമ്മുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കും, അവിടുന്ന് നമുക്ക് ഉത്തരം നൽകും. ശ്വാസത്തോടുകൂടി, ബോധ്യത്തോടുകൂടി ശാന്തമായി നമുക്കിരിക്കാം.